ഇത് സെൻസർ ചെയ്ത സമയത്തൊന്നും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ഒരു കാര്യം പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമകൾ ഒരു പരിധി വരെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടോ? ഇതങ്ങനെ തോന്നിയിട്ടുണ്ടോ? സെൻസർ ചെയ്യുന്ന സമയത്ത് അവര് സബ്ജക്ട് ഇതായത് കൊണ്ട് യു എ ആണ് തന്നത്. ഞാൻ ചോദിച്ചു എന്താണ് യു എ വരാൻ കാരണം, ഒരു ഫാമിലിയോട് ഇത് കാണാവുന്ന സിനിമയാണല്ലോ സാറിന് ഞാൻ ചോദിച്ചു, വളരെ വിനീതമായിട്ട് ചോദിച്ചു. അപ്പൊ എന്നോട് സബ്ജക്ട് ഇതാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ, യു എ വരാന് നമ്മള് വഴക്കൊടിക്കാന്നില്ല, നമുക്ക് അങ്ങനെ യുദ്ധത്തിന് നമ്മള് പോയില്ല. പിന്നെ അവര് പറഞ്ഞ അംഗീകരിക്കാന്നുള്ളതല്ലേ. നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ അറിയാതെ ചില സിനിമേച്ചി എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വരുമ്പോ ഒരു കുഴപ്പം എവിടുന്നൊക്കെ ഓടി വരും. അതിന്റെ ഒരു കുഴപ്പമില്ല, അപ്പുറത്തും വരും. അറിയാതെ വരുന്നതാണ് ആ കോഴികൾ, ആ വീട്ടിലുള്ള കോഴികളാണ്. നമ്മൾ പിടിച്ചിട്ട് അതിന് കെട്ടിയിട്ട് ഒന്നും വന്നില്ല. പക്ഷെ അതൊക്കെ ഇവര് മാറ്റണം. അങ്ങനെ ഒരു സംഭവം കോഴിയെ കൊന്നു തിന്നുന്നതിന് ഇന്ത്യയിൽ പാല് കടിക്കുന്ന സീൻ എടുക്കണമെന്ന് ഒരു കുഴപ്പമില്ല. ഒരു കോഴി വന്ന് അറിയാതെ ക്യാമറയുടെ മുന്നിൽ കയറുമ്പോഴത്തേക്കും പറ്റും. അത് ഞാൻ ചോദിച്ചത് പഠിച്ചു പഠിക്കണം, അതിനൊന്നും കുഴപ്പമില്ല ഇവർക്ക്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത, അതായത് അപ്പൊ ഞാൻ ആലോചിച്ചു സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ, സിനിമയെ സ്നേഹിക്കുന്നവർ, സിനിമയെ മനസ്സിലാക്കാൻ പറ്റുന്നവർ മാത്രമായിരിക്കും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമല്ല. ആവിഷ്കാര സൗന്ദര്യത്തിന് കൈയെടുക്കണോ ആരും ഇവിടെ ഇതെല്ലാം പറഞ്ഞതല്ല, വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നിയമങ്ങൾ വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. അവർക്ക് പരിമിതി ഉണ്ട്. ഇതൊക്കെ നിയമത്തിന്റെ പോരായ്മകളാണ്. കടിച്ചു കുറച്ച് ഇരുന്ന കോഴിക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയേണ്ടി വരുന്നത് അവർ കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ അവർ പറയുന്ന നിയമങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ജാപ്പാന്റെ കാലത്തൊക്കെ ഉണ്ടാക്കിയ നിയമങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ലോകം മുന്നോട്ട് പോയതെന്ന് കോഴിക്കാരെ ആ വഴി മനോഹരമായിട്ട് പറന്നു വന്നിരുന്നിട്ട് ഭംഗിയൊക്കെ കാണാൻ ജനങ്ങൾക്ക് ശക്തിയില്ല. അവരെ പിടിച്ച് കടിച്ച് വലിക്കാൻ ഭയങ്കര ശക്തിയാണ്. അതിന് നമ്മൾ എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് സെൻസർ കിട്ടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള നൂലാമാലകളുടെ കാര്യം പറയുന്നത്. ഒരു സിനിമ എടുത്തു പോയതിന്റെ പേരിൽ സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓരോ നിർമ്മാതാക്കളും സംവിധായകരും ശാസ്ത്രം കുത്തുന്ന കാര്യം പറയും. അപ്പൊ എല്ലാവരും ചെയ്യുന്നത് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി. ഏത് മൃഗം വന്നാലും ഒരു കുറെ ദൂരെ ഒരു പശു നിന്ന് നടന്നു പോയാൽ പോലും ആ പശുവിന്റെ ജാതകം നമ്മൾ അവിടെ കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് വരും. ഇങ്ങനെ ഒട്ടും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഈ സെൻസറിങ് കാരണം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാതെ വന്നിട്ടുണ്ടോ? അതോ അതിനിപ്പോ എങ്ങനെ വരണേന്നറിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ലിമിറ്റ് കൽപ്പിക്കുന്നതാണെങ്കിൽ നമുക്കൊക്കെ എങ്ങനെ സിനിമ എടുക്കാൻ പറ്റും? അതിപ്പോ ഓരോ പേരുകളിൽ തന്നെ നമുക്ക് വിഷയങ്ങൾ വരുന്നു. അപ്പൊ അതുപോലത്തെ ഓരോ പ്രശ്നങ്ങൾ അതൊക്കെ ഇതിന് എന്തെങ്കിലും ഇതൊക്കെ ഒരു സീസണൽ ഇഷ്യൂ പോലെ എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ എന്ന് സ്വന്തം ജാനകി കുട്ടി മുതല് ഇഷ്ടംപോലെ ചക്കമ്പി കല്യാണി എന്തൊക്കെയോ പറഞ്ഞ സിനിമകൾ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ കുഴപ്പമില്ല. ഇതൊക്കെ ഓരോരുത്തരും ഒരു സീസണിൽ എന്തൊക്കെയോ പറഞ്ഞ ആഘോഷിക്കണം പോലെ. അതായത് ഇത് കലാമൂല്യമുള്ള ഒരു ചർച്ചയേ അല്ല, കലാപരമായിട്ട് ഒരു വിവരമുള്ള ഒരു ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് ചില പാട്ടുകൾ ഓരോ സീസണിൽ ഭയങ്കരമായിട്ട് അതുപോലെയാണ്. ഇന്നത്തെ നേരം എടുത്ത് എഴുന്നേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ എന്താ കുറച്ച് ആൾക്കാർ ഇതിനെ തന്നെ തീരുമാനിക്കായിരിക്കും അവിടെ ഇരുന്നിട്ട്. എന്താ അവര് തന്നെ തീരുമാനിച്ചിറക്കും. ഇതിന് പിന്നാലെ പാവങ്ങൾ ഒന്നും അറിയാത്ത ആൾക്കാർ അതിന് പിന്നാലെ പോകും. അങ്ങനെയുള്ള സമയങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർക്ക് എന്താ ചെയ്യാൻ പാടില്ല. നമ്മളെ പോലെ കഷ്ടപ്പെട്ട് സിനിമ എടുക്കുന്നവര് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇവരൊക്കെ മുകളിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇടയ്ക്ക് മറിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ചലിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടേതായ ഒരു ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സെൻസറിംഗ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്കിന്ന് മൊബൈലില് നമ്മുടെ ഇന്റർനെറ്റ് ജസ്റ്റ് ഒന്ന് വരച്ചാൽ പറ്റി കഴിഞ്ഞാൽ എല്ലാ കണ്ടന്റും അതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിൽ സിനിമയിൽ സെൻസർ ചെയ്യുന്നത് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ കുട്ടികളും ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. ഇനി ഒരു സിനിമയിൽ സെൻസർ ചെയ്തു പറഞ്ഞിട്ട് എന്താ ഈ ആരെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇതൊന്നും കാര്യമില്ല. ഇതൊക്കെ മാറും. സെൻസറിൽ നിന്നും അധികം മുന്നോട്ട് പോകില്ല. കാരണം ഇതൊക്കെ കൂടുതൽ പാളിച്ചാവുന്നേ. ആരും എന്തൊക്കെയാന്ന് പറ്റില്ല. എല്ലാ കുഞ്ഞുങ്ങളെല്ലാം ഫോണിൽ കണ്ടോണ്ടിരിക്കുന്നു. നമ്മൾ ആരോടെ പറയണം? ശരിക്കും പത്മകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു സിനിമയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പുള്ളി നേരിടുന്നു എന്നാണ് പറയുന്നത്. പുള്ളി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം അത് അവർക്ക് വേണ്ടിയിട്ടല്ല, സെൻസർ ബോർഡിന് വേണ്ടിയിട്ടല്ല, മുകളിലുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവർക്ക് വേണ്ട എന്ന് വയ്ക്കുന്നു. പുള്ളിയും ഇതേപോലെ തന്നെ എന്തോ ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് ഇറങ്ങിയത്. അപ്പോ ഇതേപോലുള്ള കാര്യങ്ങൾ മാറ്റപ്പെടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമ എടുത്ത് അതിനെയൊക്കെ തടവയ്ക്കാം. അങ്ങനെ ഓരോരുത്തരുടെ വീട്ടുകാരൊക്കെ ഒരു കഥയുമായിട്ട് ഇതിനെ കൊണ്ടുചെന്നിട്ട് നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാൻ പറ്റും. ഇന്നയാള് പറയുന്ന കഥ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞ കലാകാരനെ ചങ്ങലക്കിടാൻ ആർക്കും സാധിക്കില്ല. ഈ സെൻസറിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞത് ടോക്കൺ നമ്പർ മൂവിയുടെ പേര്. അത് ഈ മാസം തന്നെ റിലീസ് ഉണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് സെൻസറിങ്ങിന്റെ സമയത്ത് ഞാൻ പുള്ളിയോട് സംസാരിച്ചത്. പുള്ളിയുടെ ഒരു പോസ്റ്റ് പുള്ളി അന്ന് വ്യക്തമാക്കി
പക്ഷെ ഒരു ഭ്രാന്ത് വന്നൊരു അവസ്ഥയിലായിരുന്നു അന്ന് പുള്ളി ഉണ്ടായിരുന്നത്. കാരണം പുള്ളിയുടെ സിനിമയെ കൊല്ലാൻ പറയുകയാണ് എല്ലാവരും. പുള്ളി വിശ്വസിച്ചിരുന്ന പാർട്ടിക്കാർ തന്നെ പുള്ളിയെ തഴഞ്ഞു. അപ്പൊ പുള്ളി എല്ലായിടത്തും ഡ്രോപ്പായി, ആരും സഹായിക്കുന്നില്ല, പുള്ളി തന്നെയാണ് നിർമ്മാതാവും. അപ്പൊ മൊത്തത്തിൽ പുള്ളി ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ആയിരുന്നു. അങ്ങനെ അവസാനം പുള്ളി അതിൽ നിന്ന് പേര് മുഴുവത്തിൽ പുള്ളി പേര് മാറ്റി കീഴടങ്ങി രക്ഷപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. വേറെ നിവർത്തിയില്ലാതെ.